എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫുട്ബോളിനുള്ളിൽ എന്താ ഉള്ളത് നോക്കാണ്. വാട്ട്സ് ഇൻസൈഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ അറിയാം, നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ പൊട്ടാറുണ്ട്. പക്ഷേ അതിനുള്ളിൽ സാധാരണ ഒരു 500 രൂപയുടെ താഴെയുള്ള ബോളുകളാണെങ്കിൽ സാധാരണ അതിനുള്ളിൽ ഒരു ബ്ലാഡറും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു ട്യൂബേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് മുകളിലേക്ക് ഒരു ക്വാളിറ്റി കൂടിയ ഒരു ഏകദേശം ഒരു 1000 രൂപയൊക്കെ വില വരുന്ന ഏകദേശം 1000 രൂപയുടെ അടുത്തുണ്ട് ഈ ഒരു ബോളിന്. അപ്പോൾ ഈ ഒരു ബോളിനൊക്കെ മാറ്റുണ്ട് ഇതിനുള്ളിൽ ഉണ്ടാകുന്ന സമയങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരുപാട് തരം ബോളുണ്ട്. ഫുട്ബോളിൽ തന്നെ ഒരുപാട് തരം ബോളുണ്ട്. ഫിഫയിലൊക്കെ കളിക്കുന്ന ബോളാണെങ്കിൽ അതിൽ വേറെ ഒരു ഇതിലാണ്, ഇന്റർനാഷണൽ പ്ലേയേഴ്സൊക്കെ കളിക്കുന്ന ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാറ്റുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയുടെ തുടർച്ചയായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന ഒരു കിടിലൻ ബോളാണ്. അപ്പോൾ ഈ ഒരു ബോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ എന്താ ഉള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 രൂപയുടെ അടുത്ത് വില വരുന്ന നല്ലൊരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു കാറ്റഗറിയിലുള്ള ഒരു ബോളാണ്. സാധാരണ എല്ലാവരും കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബോൾ തന്നെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്താ ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിലെ എയർ ഒഴിവാക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ വികസിച്ച് നിൽക്കല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊട്ടിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഫുള്ള് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എയർ ഒന്ന് ഒഴിവാക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ തംബ്നെയിലുള്ളത് നമ്മൾ കട്ടറാണ് ഉപയോഗിച്ചത്. പക്ഷേ നമ്മൾ കട്ടറല്ല ഉപയോഗിക്കുന്നത്, ഈ ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ കട്ടർ ഉപയോഗിച്ച് തംബ്നെയിലെടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിൻ്റെ വാട്ട്സ് ഇൻസൈഡ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുള്ള് എയർ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പിന്നെ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഫുട്ബോളുകൾ അതിൻ്റെ ക്വാളിറ്റി കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വാങ്ങുന്ന 500 രൂപയുടെയൊക്കെ താഴെ വരുന്ന ലോക്കൽ ബോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. ഫുൾ മെഷീനറി ആയിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ ഇത് ഹാൻഡ് മെയ്ഡ് ആവുന്ന സമയത്താണ് ഇതിന് വില കൂടുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ബോൾ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡാണ്, അതായത് മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡും കൂടിയാണ്, രണ്ടും കൂടിയാണ്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് മാത്രം വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെയും കൂടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് നമ്മൾ ഈ ഒരു ബോൾ ഇങ്ങനെ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമ്മൾ ഇതിൽ കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ ഒരു കവറാട്ടോ. സാധാരണ ഒരു കവറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ നമുക്ക് ഏതെല്ലാം ഒഴിവാക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ ഒരു ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, റബ്ബറിൻ്റെ ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. അതുപോലെ തന്നെ ഓരോ പീസും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതും കൂടി റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് എയർ അടിച്ചു നോക്കാം. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ ഉള്ളിൽ വരുന്നത്. അതായത് ഇങ്ങനെ ഒരു ഇത്, അതുപോലെ തന്നെ ഇതിൻ്റെ ശേഷം രണ്ടാമത് നമ്മളൊരു കവറിൻ്റെ ലെയർ, അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ഈ ഒരു നൂല് ചുറ്റിയ ഒരു ലെയർ, അതായത് 2 കിലോമീറ്റർ നൂല്, അതായത് 2000 മീറ്റർ നൂലാണ് ഈ കാണുന്നത്. അപ്പോൾ അത് വൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നോർമൽ ബോളുകൾക്കാണെങ്കിൽ ഈ വൈൻഡിങ് ഉണ്ടാവില്ല. ഈ ഒരു വൈൻഡിങ് കൊണ്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൾ കുറച്ച് ലാസ്റ്റിംഗ് ഉണ്ടാവും, അതായത് കുറച്ചും കൂടി ലൈഫ് കിട്ടും. അതായത് നേരിട്ട് നമ്മുടെ ബ്ലാഡറിലേക്ക് ഒന്നും സംഭവിക്കില്ല. ഈ ഒരു നൂലിൻ്റെ ആ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ അത് നമ്മൾ ഒരു സാധാ ട്യൂബ് തട്ടുന്ന രീതിയിലാട്ടോ. നമ്മൾ തട്ടി കഴിഞ്ഞാൽ കാലിലൊന്നും കിട്ടില്ല, കാരണം അത് നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ട്യൂബിലേക്ക് എത്തണം. അതായത് നമ്മൾ ആ 2 കിലോമീറ്റർ സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞു, ആ സ്റ്റിച്ചും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് നമുക്ക് ചുറ്റി കഴിച്ചെടുക്കാനൊന്നും പറ്റില്ല, കാരണം ചെറിയ നൂലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും പല സ്ഥലത്തുമാണ് ഇതിൻ്റെ ആ ഒരു അറ്റം എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് എടുത്തു നോക്കുകയാണ്. ഓക്കെ, ഇതാ ഇതുപോലെ പോരുന്നുണ്ട്. സാധാ നൂല് തന്നെ കേട്ടോ. അതായത് സാധാ നൂല് പറഞ്ഞാൽ സാധാ നൂലിൻ്റെ ആ ഒരു കട്ടിയാണ് കാണുന്നത്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള നൂലായിരിക്കും. നല്ല ഉറപ്പുള്ള നൂലാട്ടോ. അങ്ങനെ കൈകൊണ്ട് ഇതാക്കി കഴിഞ്ഞാലൊന്നും പൊട്ടാത്ത രീതിയിലുള്ള നൂല് തന്നെയാണ്. നമ്മൾ കത്തി ഉപയോഗിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോളിലുള്ള ഈ ഒരു വൈൻഡിങ് നൂല് നമ്മളിങ്ങനെ അയച്ചെടുക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആക്കി മാറ്റാം.
ഓ ബ്ലാഡറിന് കൊണ്ടു കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഏതായാലും ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഒരു ബ്ലാഡറിന് സാധാരണ നമ്മൾ ആ ഒരു ട്യൂബ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കീറി പോകുമല്ലോ, പക്ഷേ അതിൻ്റെ മുകളിൽ ഈ ഒരു ലെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ നൂലിൻ്റെ അത്രയും വൈൻഡിങ് ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഏതായാലും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ ആ ഒരു നൂലും കട്ട് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ബ്ലാഡറും അറിയാതെ തട്ടിപ്പോയി, അതും കട്ടായി പോയി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലോസപ്പ് ആയിട്ടൊന്ന് കാണാം. 2000 മീറ്റർ നൂലാണ് ഇതിലുണ്ടായിരുന്നത്. സാധാ നൂല് തന്നെ കേട്ടോ. സാധാ നൂല് പറഞ്ഞാൽ സാധാ നൂലിൻ്റെ കട്ടിയാണുള്ളത്. നൂലിന് മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലത്തെ നൂലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നൂല് നമ്മൾ നോക്കി അതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇത് കാണാം. ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. പൊളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാഡറും കാണാം. അപ്പോൾ ഇതാണ് ഇതിനുള്ളിൽ കാണാനുള്ളത്. പിന്നീട് നമ്മൾ ഇതിൽ പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു എയർ ഫില്ല് ചെയ്യുന്ന ആ ഒരു ഏരിയ. അതായത് നമ്മൾ നെക്ക് എന്നൊക്കെ വരുന്ന ആ ഒരു ഏരിയ, അതിലേക്ക് നമ്മൾ ഈ ഒരു പിന്ന്, അതായത് കാറ്റടിക്കുന്ന ആ ഒരു പിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നു, ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പിന്ന് കാണാം. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയർ ഒരിക്കലും പോവില്ല. അതായത് നമ്മൾ ഈ ഒരു ഫുട് വാൾവിലൊക്കെ വരുന്ന ആ ഒരു സിസ്റ്റം അല്ലേ, ആ ഒരു സിസ്റ്റം തന്നെയാണ്. അങ്ങോട്ടാവുന്ന സമയത്ത് അത് അടഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഈ ഒരു ബ്ലാഡറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നൂലിൻ്റെ വൈൻഡിങ് വരുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ബോൾ പൊട്ടി പോവില്ല, നല്ല ലാസ്റ്റിങ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് നോക്കി അതിനുള്ളിൽ എത്ര ലെയറാണുള്ളത്, എന്തൊക്കെയാണുള്ളത് എന്നാണ് നോക്കിയത്. വാട്ട്സ് ഇൻസൈഡാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് നമ്മൾ സാധാരണ പുറമേ കാണുന്ന ഈ ഒരു ഫുട്ബോളിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഈ ഗ്രിപ്പുള്ളൊരു ഭാഗം. പക്ഷേ അതിൻ്റെ ഉൾഭാഗത്ത് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. അതായത് ഒരു സ്പോഞ്ച് ടൈപ്പാണ്, അതായത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ബ്ലാഡറും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഓരോരോ പീസുകളായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുട്ബോളിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പീസും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോരോ പീസുകളാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കണ്ടു. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്കൊരു കവറാണ്, അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നോർമൽ കവറാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ലെയറാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നൂലാണ്. അതാണ് കുറച്ച് അത്ഭുതകരമായിട്ടുള്ളത്. കാരണം 2000 മീറ്റർ നൂല് ചുറ്റി വൈൻഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നൂലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് സാധാരണ നോർമൽ നൂല് തന്നെയാണ്. നോർമൽ നൂലാണെന്ന് അറിയില്ല, സാധാരണ നോർമൽ നൂലിൻ്റെ ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതായത് കുറച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടാത്ത രീതിയിലുള്ളൊരു നൂലാണ്. ഇതിൻ്റെ ഈ ഒരു നൂലിൻ്റെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/4 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെയറാണ്. അതിനുശേഷം പിന്നെ കാണുന്നത് ഒരു ബ്ലാഡറാണ്, സാധാ ബ്ലാഡർ. അപ്പം ഒരു ട്യൂബാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ട്യൂബും നാലാമത്തെ ലെയറായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ കാണിച്ചത് ആ ഒരു അതിൻ്റെ നെക്ക് ഉണ്ടല്ലോ, അതായത് ഇതിലേക്ക് എയർ വരുന്ന സമയത്ത് സംഭവിക്കുന്ന ആ ഒരു കാര്യം കാണിച്ചു. അതായത് ഒരു സാധാ പൂട്ടുവാൾവിലൊക്കെ വരുന്ന ആ രീതിയിലുള്ള, അതായത് അങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ അതിലേക്ക് എയർ വരും, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്കായി നിൽക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാധാ ഒരു ഫുട്ബോളിൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു ആവറേജ് ക്വാളിറ്റിയിലുള്ള ഒരു ബോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ കാണാൻ പറ്റുന്നത്. അതിൽ ഈ ഒരു നൂല് ഇവർ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാഡറിലേക്ക് കറക്റ്റായിട്ട് പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നൂലിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ബ്ലാഡർ ഒരിക്കലും കംപ്ലൈൻറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുട്ബോളിന് കുറച്ചും കൂടി ലാസ്റ്റിംഗ് കിട്ടും, കുറച്ചും കൂടി ലൈഫ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുട്ബോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ നോർമൽ ലോക്കൽ ബോളുകളിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ ബ്ലാഡർ മാത്രമേ ഉണ്ടാവുള്ളൂ, 2 ലെയറേ ഉണ്ടാവുള്ളൂ. ഒരു ബ്ലാഡറും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് സാധാ നമ്മൾ കാണുന്ന ആ ഒരു ഗ്രിപ്പൊക്കെ ഉള്ള ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു ലെയർ ഉണ്ടാവുള്ളൂ. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ കളിയിലൊക്കെ കാണുന്ന ബോളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതായത് ഒരു ബോൾ മാത്രം, നമ്മൾ ട്യൂബ്ലെസ് ടയറൊക്കെ അല്ല, അതിൻ്റെ ആ ഒരു സിസ്റ്റം പോലെയാണ്. അതിലേക്ക് എയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം ഇങ്ങോട്ട് വീർത്ത് വരും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്നും വാങ്ങിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ സ്പോർട്സ് ടൈപ്പ് തന്നെ ഒരുപാട് ബോളുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ലൈക്കും ഒരുപാട് ലൈക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ 1300 രൂപയോളം വില വരുന്ന ക്രിക്കറ്റ് സ്റ്റിച്ച് ബോളിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കിയിരുന്നു. അപ്പോൾ അതിന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി, നല്ല ആളുകൾക്ക് ഒരു കൗതുകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.